കൊണ്ട് എടുത്ത പൊങ്ങാത്ത റോളാണെന്ന് പലരും പറഞ്ഞായിരുന്നു. പോലീസ് ഓഫീസർ കഥാപാത്രമൊക്കെ എങ്ങനെയാണ്? ഇല്ല അപ്പോൾ പുള്ളീനെ കൊണ്ട് എടുത്ത പൊങ്ങുന്ന കഥാപാത്രം തന്നെയാണ്. പുള്ളി നല്ല രീതിയിൽ തന്നെ എഫേർട്ട് ഈ സിനിമയ്ക്ക് ഇട്ടിട്ടുമുണ്ട്. അത് നമുക്ക് സിനിമയുടെ ത്രൂ ഔട്ട് കാണാനും സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പോലീസ് ഒരു ഓഫീസർ ആകുമ്പോഴത്തേക്ക് എന്താ നമ്മളിപ്പോൾ ഫിസിക്കൽ ഇത് വെച്ചിട്ടാണോ ആൾക്കാർ പറയുന്നതെന്ന് അറിയില്ല. ശരിയാണ്, നമുക്കിപ്പോൾ ഇങ്ങനെയുള്ള ജോലികളുടെ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഫിസിക്കൽ അപ്പിയറൻസ് അല്ല അറിയില്ല, ഹൈറ്റ്, അതുകൊണ്ടായിരിക്കുമോ അവർ പറയുന്നതെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ എന്നിരുന്നാലും പുള്ളി നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളൊരു സിനിമയിലേക്ക് സ്ക്രീനിലേക്ക് ഒരു കഥാപാത്രം വന്നു കഴിഞ്ഞാൽ ആദ്യ നിമിഷം മുതൽ നമ്മൾ കണക്റ്റ് ആയി കഴിഞ്ഞാൽ ത്രൂ ആയിട്ട് നമുക്കത് പിടിച്ചെടുത്ത് പിന്നെ നമുക്ക് അയാളുടെ അപ്പിയറൻസോ കാര്യങ്ങളോ അല്ല, അയാൾ എങ്ങനെയാണ് ഒരു പോലീസ് കഥാപാത്രമായിട്ട് മാറുന്നത് ആ രീതിയിൽ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഈ സിനിമയ്ക്കകത്ത്. ഒരു പിടിച്ചിരുത്തുന്ന ഒരു സസ്പെൻസ് ത്രില്ലർ എന്നൊക്കെ പറയാൻ പറ്റുമോ? അതായത് ഇമോഷണലി ഫാമിലി എല്ലാം കൂടെ കൊണ്ട് കണക്ട് ചെയ്തിട്ടൊരു ഇത് സത്യം ഇതെല്ലാം കൂടെ ഒരു മിക്സ്ഡ് ആയിപ്പോയി. ഒരു സീറ്റ് ത്രില്ലർ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഈ ഒരു സിനിമയുടെ മീൻസ് എന്തിനെങ്ങനെയെന്നുള്ളതാണ്, എന്തിന് എന്നുള്ളൊരു ചോദ്യമാണ് അവശേഷിക്കുന്നത് ഫസ്റ്റ് ഹാഫിന് ശേഷം. അപ്പം എന്തിനെന്നുള്ളൊരു കാര്യം അന്വേഷിച്ച് ഇങ്ങനെ പോയി അവസാനം ഓരോ ലെയറായിട്ട് ഇങ്ങനെ ഇപ്പം ചില കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ എന്താ പറയുക, ഇതിങ്ങനെയാണ് അല്ല ഇവരൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഇല്ല ഇവരും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് ലേയേഴ്സ് ഇങ്ങനെ അതിനകത്ത് പറഞ്ഞ് ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം കുറേ കൂടെ ഒന്ന് സ്പീഡപ്പ് ആക്കാമോ, അല്ലെങ്കിൽ ഒരു തിരക്കഥയിൽ കുറേ കൂടെ ഒന്ന് ക്രിസ്പാക്കി എടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതെ സെക്കൻഡ് ഹാഫിൽ കുറച്ചൊരു ലാഗ് അടിപ്പിക്കുന്നതല്ല, നമ്മൾ എൻഗേജ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ നമുക്കറിയാം ഇതിങ്ങനെയാണ്, ഓക്കെ. പക്ഷേ ഇനി അങ്ങോട്ട് ഓക്കെ നെക്സ്റ്റ് ഇതിലേക്ക് പോകും, നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകും എന്നുള്ളൊരു ഫീല് നമുക്ക് പ്രേക്ഷകൻ രീതി വരില്ല. ഇതിലേക്ക് പോയാ ഈ പടത്തിൽ വില്ലന്മാരാണ് ഭയങ്കര ശക്തരായിട്ടുള്ളത്, അതുകൊണ്ട് ആണ് ചാക്കോച്ചന് കുറച്ച് ഇമ്പോർട്ടൻസ് വന്നതെന്ന് വേണമെങ്കിൽ പറയാല്ലേ? അങ്ങനെ അതെ ഈ വില്ലന്മാർക്ക് പ്രത്യേകിച്ച് ഇമ്മ്യൂണിറ്റി ലെവൽ ഞങ്ങളുടെ വീഡിയോ ഗെയിമിലൊക്കെ കാണത്തില്ലേ, നമ്മളിപ്പം എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എണീച്ച് ലൈഫ് അടിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും കയറി വരും. അങ്ങനത്തെ രീതിയിലുള്ളൊരു ഇമ്മ്യൂണിറ്റി ലെവൽ, ഈ മൾട്ടിപ്പിൾ ഇമ്മ്യൂണിറ്റി ലെയേഴ്സ് കിട്ടുന്ന ഒരു വില്ലന്മാരാണ് ഇതിനകത്ത്. പക്ഷേ എന്നാലും അവസാനം നമുക്കറിയാം, നമ്മുടെ നിയമവ്യവസ്ഥയും കാര്യങ്ങളൊക്കെ അറിയാം, ഒത്തിരി ലൂപ്പ് ഹോൾസ് ഉണ്ട്. എത്ര വലിയ ഇത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് നമുക്കിപ്പം നല്ല നിയമപരിജ്ഞാനമുള്ള ഒരു വക്കീലിനെ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എന്ത് വേണേൽ ചെയ്യാം. പണ്ടൊരു ഇത് പറയത്തില്ലായിരുന്നു, ഇന്ന വക്കീലുണ്ടെങ്കിൽ ഒരു വക്കീലുണ്ടെങ്കിൽ എനിക്ക് ഇതും കുറ്റവും ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ. അപ്പം ആ ഒരു ചോദ്യം നമ്മളെല്ലാം മനസ്സിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അതിനുള്ള ഉത്തരവും സിനിമയ്ക്കകത്ത് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് സ്പോയിലർ ആകും പറഞ്ഞു കഴിഞ്ഞാൽ. സോഷ്യലി നടക്കുന്ന പല കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഒരു സിനിമയിൽ ത്രെഡായിട്ടൊക്കെ വരുന്നത്. അതാ ഇവര് ഈ സിനിമ കണ്ടിട്ട് യൂത്ത് അങ്ങനെയായിട്ട് മാറുവാണോ? എന്താണ് അഭിപ്രായം? അല്ല, സിനിമ കണ്ടിട്ട് യൂത്ത് അങ്ങനെ മാറും എന്ന്, പക്ഷേ ചിലർക്കെങ്കിലും ചിലപ്പോൾ പ്രചോദനമായേക്കാം. കാരണം ഈ അടുത്ത് ഒരു ക്രൈം നടന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് ഏത് സിനിമയായിരുന്നു, മാർക്കോയിലെ ഒരു പാട്ട്, അതൊന്നും പറയാൻ പറ്റില്ല. മാർക്കോയിലെ പാട്ട് ഇപ്പോൾ ഞാനും കുറേ തവണ കേട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ എനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞപ്പോൾ മാർക്കോ കാരണമാണ് ഞാനങ്ങനെ ചെയ്തതെന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാനത് കുറേ തവണ അല്ല, നമുക്ക് അൾട്ടിമേറ്റ്ലി നമ്മളെന്തുകൊണ്ടാണ് ഒരു കുറ്റവും ചെയ്യാതെ ഇവിടെ നടക്കുന്നത്? നമുക്കൊരു സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട്. നമുക്ക് നാളെ ഒരു കുറ്റം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ പബ്ലിക്കിൻ്റെ മുമ്പിലുള്ള നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ ഫ്രണ്ട്സിൻ്റെയും സൊസൈറ്റിയുടെ മുമ്പിൽ നമുക്കൊരു കുറ്റവാളിയായിട്ട് ചിത്രീകരിക്കാൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. 99.99% ആൾക്കാർ അങ്ങനെ തന്നെയല്ലേ. ഇനി അങ്ങനെ ഒരു ബോൺ ക്രിമിനലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കുറ്റവാസന ഉള്ളവരാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് സിനിമ ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കുമെന്ന് എനിക്ക് ഒരിക്കലും. അങ്ങനെയാണെങ്കിൽ ഇതിനേക്കാൾ എത്രയോ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള സിനിമകൾ ഓൺലൈനിൽ അവൈലബിൾ ആണ്, ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ അവൈലബിൾ ആണ്. അപ്പം അതൊക്കെ ഇപ്പം ചിലർ തന്നെ പറയുന്നുണ്ട് ഒന്നുമല്ല, ശരിക്കും നിങ്ങൾ മറ്റേ കൊറിയൻ പണം അങ്ങനെയൊക്കെ പറയാം. അങ്ങനെയാണെങ്കിൽ ഒത്തിരി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഓൺലൈനിൽ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ സൊസൈറ്റിയിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ ഇതിനകത്ത് നമ്മൾ പല കേസുകളായിട്ട് നമ്മൾ കാണുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം പ്രത്യേകിച്ച് കർണാടക കേരളത്തിലേക്ക് യാത്ര ചെയ്തിരുന്ന കുറേ പേർ അറസ്റ്റിലായി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വാർത്തകളൊക്കെ കാണാം. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്തെടുക്കാം സിനിമയ്ക്ക്.